അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ. അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ എന്താണെന്ന് നോക്കാം. ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. ഉയർന്ന സ്ഥലത്തെ പറ്റി പേടിയാണ് അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ. എന്താണ് അഗോരോഫോബിയ? അഗോരോഫോബിയ ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. ഓപ്പൺ പ്ലേസസിനെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ് അഗോരോഫോബിയ. അഗോരാഫോബിയ ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. എന്താണ് ഐലൂറോഫോബിയ? ഇമ്പോർട്ടന്റ് ആണ്. ഐലൂറോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ്. ഫിയർ ഓഫ് കാറ്റ്സ്. ഐലൂറോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ്. ഓക്കെ. ആൽഗോഫോബിയ ഫിയർ ഓഫ് പെയിൻ. ഫിയർ ഓഫ് പെയിൻ വേദനയെ കുറിച്ചുള്ള പേടി. ആൽഗോഫോബിയ ഫിയർ ഓഫ് പെയിൻ. ഓക്കെ. ഇനി ആൻഡ്രോഫോബിയ. ആൻഡ്രോഫോബിയ എന്താണ്? ഫിയർ ഓഫ് മെൻ. ഫിയർ ഓഫ് മെൻ. ഇനി എന്താണ് ആന്തോഫോബിയ? ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഇത് കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആന്തോഫോബിയ. ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ആന്ത്രോഫോബിയ ആണെങ്കിൽ ഫിയർ ഓഫ് പീപ്പിൾ ആണ്. മാറിപ്പോരുത്. ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സും ആന്ത്രോഫോബിയ ഫിയർ ഓഫ് പീപ്പിളും. ഓക്കെ. ഇനി ആൻഡലോഫോബിയ മറ്റൊരു വാക്കാണ്. ആൻഡലോഫോബിയ. ആൻഡലോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫ്ലഡ്സ്. വെള്ളപ്പൊക്കത്തെ കുറിച്ച് പേടിയുണ്ടാകുക. ആൻഡലോഫോബിയ ഫിയർ ഓഫ് ഫ്ലഡ്സ്. ഓക്കെ. അരക്നോഫോബിയ. അരക്നോഫോബിയ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. അരക്നോഫോബിയ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ഓക്കെ. ഇനി ബാത്തോഫോബിയ. ബാത്തോഫോബിയ ഫിയർ ഓഫ് ഡെപ്ത്. ആഴത്തെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ഡെപ്ത്. ബാത്തോഫോബിയ ഫിയർ ഓഫ് ഡെപ്ത്. ഓക്കെ. ഇനി ബിബിലോഫോബിയ ഫിയർ ഓഫ് ബുക്സ്. ഫിയർ ഓഫ് ബുക്സ്. ബിബിലോഫോബിയ ഫിയർ ഓഫ് ബുക്സ്. ഓക്കെ. ഇനി കാട്രോഫോബിയ ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ഫിയർ ഓഫ് ഡോക്ടേഴ്സ് ആണ് കാട്രോഫോബിയ. ഫിയർ ഓഫ് ഡോക്ടേഴ്സ് കാട്രോഫോബിയ. ഓക്കെ. ഇനി സെല്ലോഫോബിയ എക്സ്ട്രീം ഫിയർ അബൌട്ട് ബ്യൂട്ടി. എക്സ്ട്രീം ഫിയർ അബൌട്ട് ബ്യൂട്ടി അതായത് ബ്യൂട്ടിയെ കുറിച്ച് അമിതമായ പേടി. സെല്ലോഫോബിയ. സെല്ലോഫോബിയ. കാട്രോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ബിബിലോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ബുക്സ്. ബുക്സിനെ കുറിച്ച് പേടി. ഇനി ബാത്തോഫോബിയ എന്താണ്? ബാത്തോഫോബിയ ഫിയർ ഓഫ് ഡെപ്ത്. ആഴത്തെ കുറിച്ച് പേടി. അരക്നോഫോബിയ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ആൻഡലോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഫ്ലഡ്സ്. ആന്ത്രപ്പോഫോബിയ. ആന്ത്രപ്പോഫോബിയ ആണെങ്കിൽ ഫിയർ ഓഫ് പീപ്പിൾ. ജനങ്ങളെ പേടി. ആന്ത്രപ്പോഫോബിയ. അതുപോലെ ആന്തോഫോബിയ. ആന്തോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആന്തോഫോബിയയും ആന്ത്രപ്പോഫോബിയ ഫിയർ ഓഫ് പീപ്പിളുമാണ്. ഓക്കെ. ഇനി ക്രമറ്റോഫോബിയ. ക്രമറ്റോഫോബിയ ഫിയർ ഓഫ് മണി. ഫിയർ ഓഫ് മണി ആണ് എന്ത്? ക്രമറ്റോഫോബിയ. ഇനി ക്രോമോഫോബിയ. എന്താണ് ക്രോമോഫോബിയ? ഫിയർ ഓഫ് കളർ. ഫിയർ ഓഫ് കളർ ക്രോമോഫോബിയ. ഫിയർ ഓഫ് കളർ ആണ് ക്രോമോഫോബിയ. ഫിയർ ഓഫ് കളർ ക്രോമോഫോബിയ. ഓക്കെ. ഇനി ക്രോണോഫോബിയ എന്താണ്? ക്രോണോഫോബിയ ഫിയർ ഓഫ് ടൈം. സമയത്തെ കുറിച്ച് പേടി. ക്രോണോഫോബിയ ഫിയർ ഓഫ് ടൈം. ഓക്കെ. ഇനി സൈനോഫോബിയ. സൈനോഫോബിയ ഫിയർ ഓഫ് ഡോഗ്സ്. ഫിയർ ഓഫ് ഡോഗ്സ് നായ്ക്കളെ പേടി. സൈനോഫോബിയ. സൈനോഫോബിയ. ഐലൂറോഫോബിയ എന്താണ്? ഫിയർ ഓഫ് കാറ്റ്സ്. സൈനോഫോബിയ ഫിയർ ഓഫ് ഡോഗ്സ്. ഇനി ഡെമോഫോബിയ ഒക്ലോഫോബിയ. ഡെമോഫോബിയ അല്ലെങ്കിൽ ഒക്ലോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ക്രൗഡ്സ് അല്ലെങ്കിൽ ക്രൗഡിനെ പേടി. ഡെമോഫോബിയ അല്ലെങ്കിൽ ഒക്ലോഫോബിയ ഫിയർ ഓഫ് ക്രൗഡ്സ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഡെമോഫോബിയ അല്ലെങ്കിൽ ഒക്ലോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ക്രൗഡ്സ്. സൈനോഫോബിയ ഫിയർ ഓഫ് ഡോഗ്സ് നായ്ക്കളെ പേടി. ക്രോണോഫോബിയ ഫിയർ ഓഫ് ടൈം സമയത്തെ പേടി. ക്രോമോഫോബിയ ഫിയർ ഓഫ് കളർ. ക്രോമോഫോബിയ ഫിയർ ഓഫ് കളർ. എന്നാൽ ക്രോണോഫോബിയ ആണെങ്കിൽ ഫിയർ ഓഫ് ടൈം ആണ്, സമയം. ക്രമറ്റോഫോബിയ ഫിയർ ഓഫ് മണി. ഓക്കെ. ഇനി സെല്ലോഫോബിയ എക്സ്ട്രീം ഫിയർ ഓഫ് അബൌട്ട് ബ്യൂട്ടി. ബ്യൂട്ടിയെ കുറിച്ച് എക്സ്ട്രീം ആയിട്ട് പേടി ഉണ്ടാക്കുക. കാട്രോഫോബിയ. കാട്രോഫോബിയ ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ഇനി ബിബിലോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ബുക്സ്. പുസ്തകങ്ങളെ പേടി. ബാത്തോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഡെത്ത്. ഓക്കെ. ഡെപ്ത്. ഫിയർ ഓഫ് ഡെപ്ത്. അരക്നോഫോബിയ എന്താണ്? ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ആൻഡലോഫോബിയ. ആൻഡലോഫോബിയ ഫിയർ ഓഫ് ഫ്ലഡ്സ്. വെള്ളപ്പൊക്കത്തെ പേടി. ആന്ത്രോപ്പോഫോബിയ ഇമ്പോർട്ടന്റ് ആണ്. ആന്ത്രപ്പോഫോബിയ ഫിയർ ഓഫ് പീപ്പിൾ ആണെങ്കിൽ ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ആൻഡ്രോഫോബിയ ചോദിച്ചാൽ ഫിയർ ഓഫ് മെൻ ആണ്. ഓക്കെ. ഇനി ആൽഗോഫോബിയ ഫിയർ ഓഫ് പെയിൻ. വേദനയെ കുറിച്ച് പേടി. ഐലൂറോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ്. ഫിയർ ഓഫ് കാറ്റ്സ്. അഗോരാഫോബിയ ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. ഓപ്പൺ പ്ലേസസിനെ കുറിച്ച് പേടി. അഗോരാഫോബിയ. ഇനി അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. ഉയർന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള പേടി. ഓക്കെ. ഇത്രയാണ് ഫോബിയ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് ആന്റോണിംസിനോടും പഠിക്കാം. കൺസെന്റ്. കൺസെന്റ് സമ്മതം അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന രീതിയിലാണ് കൺസെന്റ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കൺസെന്റ്. ഓക്കെ. സിനോണിം എഗ്രി, പെർമിറ്റ്, അക്സീഡ്, അസെന്റ്. എഗ്രി, പെർമിറ്റ്, അക്സീഡ് എന്ന വാക്ക് ACCEDE. എഗ്രി, പെർമിറ്റ്, അക്സീഡ്, അസെന്റ്. എഗ്രി,
പെർമിറ്റ്, അക്സീഡ്, അസെന്റ്. ACCED, അക്സീഡ്, സമ്മതം അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ആന്റോണിം എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ്, ഡിസഗ്രി, ഡിസെന്റ്, ഡിഫർ. ഓക്കെ, ഒബ്ജക്റ്റ്, ഡിസഗ്രി, ഡിസെന്റ്, ഡിഫർ. ഓക്കെ, കോൺഷ്യസ്, ബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള എന്ന രീതിയിലാണ് കോൺഷ്യസ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് സിനോണിം? അവെയർ, അപ്രൈസ്ഡ്, പുതിയ വാക്കാണ് അപ്രൈസ്ഡ്, APPRISED, അപ്രൈസ്ഡ്, ബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള. നോളജ്, ഇൻഫോംഡ്. ആന്റോണിം എന്തൊക്കെയാണ്? അൺഅവെയർ, ഇഗ്നോറന്റ്, അൺഫീലിംഗ്, ഫെയിൻഡ്. ഓക്കെ, അൺഅവെയർ, ഇഗ്നോറന്റ്, അൺഫീലിംഗ്, ഫെയിൻഡ്. ഓക്കെ, അപ്പൊ കോൺഷ്യസ് എന്ന വാക്കിനർത്ഥം ബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അവെയർ, അപ്രൈസ്ഡ്, നോളജ്, ഇൻഫോംഡ്. ആന്റോണിം എന്തൊക്കെയാണ്? അൺഅവെയർ, ഇഗ്നോറന്റ്, അൺഫീലിംഗ്, ഫെയിൻഡ്. ഓക്കെ, ഇനി കൺസീഡ് എന്ന വാക്കിന്റെ അർത്ഥം ശരിവെക്കുക എന്നാണ്. കൺസീഡ്, ശരിവെക്കുക. ഈൽഡ്, അസെന്റ്, പെർമിറ്റ്, സാങ്ഷൻ. എന്താണ് സിനോണിംസ്? ഡിനൈ, റിജക്ട്, ഡിസെന്റ്, ഡിസ്അലോ. ഓക്കെ, ഇനി കംപ്രൈസ് എന്ന വാക്ക് എന്താണ്? കംപ്രൈസ് നമുക്കറിയാം, ഉൾക്കൊള്ളുക. കംപ്രൈസസ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ? കംപ്രൈസ്, ഉൾക്കൊള്ളുക. ഇൻക്ലൂഡ്, കണ്ടെയ്ൻ, കൺസിസ്റ്റ്, കമ്പോസ്. ഇൻക്ലൂഡ്, കണ്ടെയ്ൻ, കൺസിസ്റ്റ്, കമ്പോസ്. ആന്റോണിം എന്തൊക്കെയാണ്? റിജക്ട്, ലാക്ക്, എക്സ്ക്ലൂഡ്, എക്സെപ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് കമ്പാഷൻ എന്ന വാക്ക്. കമ്പാഷൻ എന്ന വാക്കിന്റെ അർത്ഥം അനുകമ്പ അല്ലെങ്കിൽ കാരുണ്യം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കമ്പാഷൻ. സിനോണിം കൈൻഡ്നെസ്, സിമ്പതി, ക്ലമൻസി. കമ്മിസറേഷൻ. കണ്ട, ഇതൊക്കെ പുതിയ വാക്കുകളാണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കമ്മിസറേഷൻ, COMMISERATION, കമ്മിസറേഷൻ. അതുപോലെ ക്ലമൻസി, അനുകമ്പ അല്ലെങ്കിൽ കാരുണ്യം. സിമ്പതി, കൈൻഡ്നെസ്. കമ്പാഷൻ എന്താണ് ആന്റോണിം? ക്രുവൽറ്റി, ബാർബേറിറ്റി, പെർസിക്യൂഷൻ, അപ്പതി. ഓക്കെ, ഇനി കോൺകർ എന്ന വാക്കിന്റെ അർത്ഥം കോൺക്വർ, യോജിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന രീതിയിലാണ് കോൺകർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കോൺകർ, CONCUR, യോജിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. അപ്രൂവ്, എഗ്രി, കൺസെന്റ്, എൻഡോഴ്സ്. ആന്റോണിം എന്തൊക്കെയാണ്? ഡിഫർ, ഡിസഗ്രി, ഡിസെന്റ്, ഒപ്പോസ്. ഓക്കെ, ഇനി കമ്മോഡിയസ്, അനുയോജ്യമായ എന്ന രീതിയിലാണ് കമ്മോഡിയസ് ഉപയോഗിക്കുന്നത്. അനുയോജ്യമായ. സിനോണിം കൺവീനിയന്റ്, സ്യൂട്ടബിൾ, റൂമി, കംഫർട്ടബിൾ. ആന്റോണിം എന്തൊക്കെയാണ്? ഇൻകൺവീനിയന്റ്, അൺസ്യൂട്ടബിൾ, അൺകംഫർട്ടബിൾ, കൺഫൈൻഡ്. ഓക്കെ, ഇനി കൊളിഷൻ എന്ന വാക്കിന്റെ അർത്ഥം സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക എന്ന രീതിയിലാണ് കൊളിഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. COLLISION, കൊളിഷൻ, സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക. സിനോണിം എന്തൊക്കെയാണ്? എൻകൗണ്ടർ, ക്ലാഷ്, കോൺഫ്ലിക്റ്റ്, ഡിസെൻഡിങ്. ഓക്കെ, കൊളിഷൻ, സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക. കൊളിഷൻ, SION, സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക. ഓക്കെ, ആന്റോണിം എന്താണ്? എഗ്രിമെന്റ്, ഹാർമണി, കമ്പാറ്റബിൾ, യൂണിയൻ. കൊളിഷൻ, സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക. കമ്മോഡിയസ്, അനുയോജ്യമായ. കൺവീനിയന്റ്, സ്യൂട്ടബിൾ, റൂമി, കംഫർട്ടബിൾ. ഓക്കെ, ഇനി ആന്റോണിം എന്തൊക്കെയാണ്? ഇൻകൺവീനിയന്റ്, അൺസ്യൂട്ടബിൾ, അൺകംഫർട്ടബിൾ, കൺഫൈൻഡ്, അനുയോജ്യമല്ലാത്ത. കൊളിഷൻ എന്താണ്? കൊളിഷൻ, സംഘട്ടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചെറിഷ് എന്ന വാക്കിന്റെ അർത്ഥം പരിലാളിക്കുക അല്ലെങ്കിൽ താലോലിക്കുക. പരിലാളിക്കുക അല്ലെങ്കിൽ താലോലിക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സിനോണിം എന്തൊക്കെയാണ്? നർച്ചർ, ട്രഷർ, ഫോസ്റ്റർ, എൻകറേജ്. പുതിയ വാക്കാണ്. ഫോസ്റ്റർ, എൻകറേജ്, നർച്ചർ. പരിലാളിക്കുക അല്ലെങ്കിൽ താലോലിക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. ആന്റോണിം എന്തൊക്കെയാണ്? അബണ്ടന്റ്, ഫോർസേക്ക്. നമ്മൾ ഫോർസേക്ക് പഠിച്ചിട്ടുണ്ട്. അബണ്ടന്റ് സിനോണിമായിട്ട് പറയുന്നതാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഫോർസേക്ക്, ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പരിത്യജിക്കുക എന്ന രീതിയിൽ. അബണ്ടന്റ്, ഫോർസേക്ക്. റിനൗൺസ്, ഡിസ്കാർഡ്. ഓക്കെ, ഇനി ചാസ്റ്റൈസ് എന്ന വാക്കിന്റെ അർത്ഥം ശിക്ഷിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക എന്ന രീതിയിലാണ് ചാസ്റ്റൈസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, പണിഷ്, അഡ്മോണിഷ്, സ്കോൾഡ്, റിപ്രൂവ്. ആന്റോണിം എന്താണ്? ചിയർ, കംഫർട്ട്, എൻകറേജ്, സ്റ്റിമുലേറ്റ്. ഓക്കെ, ചാസ്റ്റൈസ്, ശിക്ഷിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പണിഷ്, അഡ്മോണിഷ്, സ്കോൾഡ്, അഡ്മോണിഷ്, റിപ്രൂവ്. ചാസ്റ്റ് എന്താണ്? പരിശുദ്ധമായ അല്ലെങ്കിൽ സന്മാർഗിയായ. ചാസ്റ്റ്. വിർച്വസ്, പുവർ, ഹോണറബിൾ, ഇമാക്കുലേറ്റ്. ശ്രദ്ധിക്കണം, ഇമാക്കുലേറ്റ്. വിർച്വസ്, പ്യുവർ, ഹോണറബിൾ, ഇമാക്കുലേറ്റ്. ചാസ്റ്റ്, പരിശുദ്ധമായ അല്ലെങ്കിൽ സന്മാർഗിയായ. ആന്റോണിം എന്തൊക്കെയാണ്? ഡിഫൈൽഡ്,
ലൈസെന്റിയസ്, സള്ളീഡ്, ലസ്റ്റ്ഫുൾ. ഓക്കെ, ദുഷിച്ച എന്ന രീതിയിലാണ് ഡീഫൈൽഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഡീഫൈൽഡ്, ലൈസെന്റിയസ്, സള്ളീഡ്, ലസ്റ്റ്ഫുൾ. ഓക്കെ, ഇനി സെസേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നിർത്തിക്കളയൽ എന്നാണ്. സെസേഷൻ നിർത്തിക്കളയുക, നിർത്തിക്കളയുക എന്ന വാക്കാണ്. ഇന്റർമിഷൻ, പാസ്, ഡിസ്കണ്ടിന്യൂറ്റി, ഹിൻഡ്രൻസ് എന്നിവയാണ് സിനോണിം. ആന്റോണിം എന്തൊക്കെയാണ്? കണ്ടിന്യൂറ്റി, പെർപെച്യുവേഷൻ, നിലനിർത്തുക എന്ന രീതിയിൽ, അൺസീസിങ്, പ്രൊലോങ്ങേഷൻ. എന്താണ് കാറ്റാസ്ട്രോഫ് എന്ന വാക്ക്? കാറ്റാസ്ട്രോഫ്, മഹാദുരന്തം, മഹാദുരന്തം, അത്യാഹിതം. കാറ്റാസ്ട്രോഫ്, മഹാദുരന്തം, അത്യാഹിതം. സിനോണിം എന്തൊക്കെയാണ്? ഡിസാസ്റ്റർ, കലാമിറ്റി, മിസ്ഫോർച്യൂൺ, മിസ്ഷാപ്പ്. കണ്ട ഈ വാക്ക് ശ്രദ്ധിക്കണേ, MISHAP, മിസ്ഷാപ്പ്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കാറ്റാസ്ട്രോഫ്, മഹാദുരന്തം അല്ലെങ്കിൽ അത്യാഹിതം എന്ന രീതിയിലാണ് കാറ്റാസ്ട്രോഫ് ഉപയോഗിക്കുന്നത്. ഡിസാസ്റ്റർ, കലാമിറ്റി, മിസ്ഫോർച്യൂൺ, മിസ്ഷാപ്പ്. ആന്റോണിം എന്തൊക്കെയാണ്? പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ്, റീസ്റ്റോറേഷൻ, റീസർജൻസ്. ഈ വാക്കൊക്കെ ശ്രദ്ധിക്കണം. റീസർജൻസ്, റീസ്റ്റോറേഷൻ, ബ്ലെസ്സിങ്, പ്രോസ്പെരിറ്റി, പ്രോസ്പെരിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആന്റോണിം സിനോണിം. നിങ്ങൾ ആന്റോണിം സിനോണിം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. ഫെയർ ആൻഡ് സ്ക്വയർ എന്താണ് മീനിങ്? ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. ഫെയർ ആൻഡ് സ്ക്വയർ മീനിങ് ഹോണസ്റ്റ്. ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. ഓക്കെ, ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. ഓഫ് ആൻഡ് ഓൺ, ഓഫ് ആൻഡ് ഓൺ എന്താണ്? ഒക്കേഷണലി എന്നാണ് മീനിങ്. ഓഫ് ആൻഡ് ഓൺ, ഒക്കേഷണലി. ഓഫ് ആൻഡ് ഓൺ, ഒക്കേഷണലി. ഓക്കെ, ഹാൻഡ് ഇൻ ഗ്ലൗ എന്താണ്? ഹാൻഡ് ഇൻ ഗ്ലൗവിന്റെ അർത്ഥം ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ് എന്നാണ് അർത്ഥം. ഹാൻഡ് ഇൻ ഗ്ലൗ, ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്. ഹാൻഡ് ഇൻ ഗ്ലൗ, ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്. ഗിഫ്റ്റ് ഓഫ് ദ ഗാബ് എന്താണ്? കണ്ട, ഗിഫ്റ്റ് ഓഫ് ദ ഗാബ് ടാലന്റ് ഓഫ് സ്പീക്കിംഗ് അല്ലെ, സംസാരിക്കാനുള്ള ടാലന്റ് നമ്മൾ എന്ത് പറയുന്നത്? ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്, ടാലന്റ് ഓഫ് സ്പീക്കിംഗ്. ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്, ടാലന്റ് ഓഫ് സ്പീക്കിംഗ്. ഇനി bull in a china shop, a clumsy person. bull in a china shop, a clumsy person എന്നാണ് അർത്ഥം. ഓക്കെ, face the music, accept the punishment. face the music, accept the punishment എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി a cake walk എന്താണ്? കേക്ക് വാക്ക്, an easy achievement, an easy achievement. a cake walk ന്റെ മീനിങ് an easy achievement. ഓക്കെ, ഇനി donkey's ear എന്താണ്? donkey's ear അത് ഇമ്പോർട്ടന്റ് ആണ്. donkey's ear. ഓക്കെ, കണ്ട, I haven't seen you in donkey's ears എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എ ലോങ് ടൈം, എ ലോങ് ടൈം. ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം, ഒരു ദീർഘകാലം എന്ന രീതിയിലാണ് ഡോങ്കീസ് ഇയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡോങ്കീസ് ഇയർ എന്താണ്? എ ലോങ് ടൈം. അപ്പൊ ഡോങ്കീസ് ഇയർ, എ ലോങ് ടൈം. എ കേക്ക് വാക്ക് എന്ന മീനിങ് എന്താണ്? ആൻ ഈസി അച്ചീവ്മെന്റ്, എളുപ്പത്തിൽ നേടാവുന്ന അച്ചീവ്മെന്റ്, അതാണ് എന്ത്? എ കേക്ക് വാക്ക്. ഇനി എന്താണ്? ഫേസ് ദ മ്യൂസിക്, accept the punishment. face the music, accept the punishment. Okay, bull in a china shop, bull in a china shop, a clumsy person നമുക്കറിയാം, an awkward person അല്ലെങ്കിൽ a clumsy person എന്ന് പറയാം. ഇനി എന്താണ്? ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്, ടാലന്റ് ഓഫ് സ്പീക്കിംഗ്, ടാലന്റ് ഓഫ് സ്പീക്കിംഗ്, ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്. ഓക്കെ, ഇനി ഹാൻഡ് ഇൻ ഗ്ലൗ എന്താണ്? ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്. ഹാൻഡ് ഇൻ ഗ്ലൗ, ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്. ഓഫ് ആൻഡ് ഓൺ, ഒക്കേഷണലി എന്നാണ് അർത്ഥം. ഓഫ് ആൻഡ് ഓൺ, ഒക്കേഷണലി. ഓഫ് ആൻഡ് ഓൺ, ഒക്കേഷണലി. ഫെയർ ആൻഡ് സ്ക്വയർ, ഓണസ്റ്റ്. ഫെയർ ആൻഡ് സ്ക്വയർ, ഓണസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പെല്ലിംഗ് നോക്കാം. ഓക്കെ, കാമോഫ്ലേജ്, കാമോഫ്ലേജ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. CAMOUFLAGE, കാമോഫ്ലേജ്. CAMOUFLAGE, കാമോഫ്ലേജ്. ഇനി എംബരാസ്മെന്റ് സ്പെല്ലിംഗ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എംബരാസ്മെന്റ് EMBARRASSMENT. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, R 2 തവണ വരും, അതുപോലെ S 2 തവണ വരും. നമുക്ക് എംബരാസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ R 1 തവണ എഴുതാനൊക്കെ തോന്നും, പക്ഷെ R 2 തവണ ആവർത്തിക്കുന്നത്. RRSS. ഓക്കെ, എംബരാസ്മെന്റ്, EMBARRASSMENT, എംബരാസ്മെന്റ്. ഓക്കെ, ഇനി ഹരാസ്മെന്റ്. ഹരാസ്മെന്റ് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ R ഇല്ല, ഇവിടെ ഒരു R ആണ് ഉള്ളത്. HARASSMENT, ഹരാസ്മെന്റ് ഒരു ആറും, എംബരാസ്മെന്റിന് 2 ആറും ഉണ്ട്. ഓക്കെ, എംബരാസ്മെന്റ്. ഓക്കെ, ഇനി ബൊക്കെ, ബൊക്കെ, ബൗക്കറ്റ് എന്ന് എഴുതുമെങ്കിലും ബൊക്കെ എന്ന് വായിക്കുന്നു. BOUQUET, ബൊക്കെ, ബൊക്കെ. BOUQUET, ബൊക്കെ. സ്പെല്ലിംഗ് തെറ്റാണ്. ഇനി ബറ്റാലിയൻ എന്ന പദം, ബറ്റാലിയൻ എന്ന പദത്തിന് 2 T ഉണ്ട്. BAT, ബറ്റാലിയൻ 1 T അല്ല 2 T. BATTA, ഒരു L ഉള്ളൂ, 2 L ഇല്ല. ഓക്കെ, BATTALION, BATTALION, ബറ്റാലിയൻ, ബറ്റാലിയൻ, BATTALION. ഇനി കോമമ്മറേറ്റ്, കോമമ്മറേറ്റ് അല്ലെ, COMME, COMME, കോമമ്മറേറ്റ്. CO ഇങ്ങനെ പഠിക്കാം, COMMEMORATE, COMMEMORATE ഇങ്ങനെ പഠിക്കാം. വിഭജിച്ച് പഠിക്കാനാണ് കുറച്ചുകൂടെ എളുപ്പം. COMMEMORATE, COMMEMORATE, കോമമ്മറേറ്റ്, കോമമ്മറേറ്റ്, COMMEMORATE. ഓക്കെ, ഇനി മിലിനിയം എന്ന വാക്ക്, മിലിനിയം, MILLE
ഡബിൾ എൻ ഉണ്ട്, ഇവിടെ മിലിനയത്തിന് ഡബിൾ എൻ ഉണ്ട്, ഡബിൾ എല്ലും ഉണ്ട്. ഓക്കെ, MILLENNIUM മിലിനയം. ഓക്കെ, MILLENNIUM. ഓക്കെ.